സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ വ്യക്തിത്വങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സവിശേഷത. സിനിമാ മേഖലയിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ മത്സരിക്കുന്നു എന്ന പ്രത്യേകത കൊല്ലം ജില്ലയ്ക്ക് അവകാശപ്പെട്ടതാണ്. കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശ്രീ എം മുകേഷാണ് ഇന്ന് വ്യൂ പോയിന്റിൽ എൻ്റെ അതിഥി. ശ്രീ മുകേഷ്, എ വാം വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. മുകേഷ് എന്ന നടനെ മലയാളികൾക്ക് വളരെ വലിയ ഇഷ്ടമാണ്, എല്ലാവർക്കും വലിയ സ്നേഹമാണ്. കൊല്ലത്തുകാർക്ക് പ്രത്യേകിച്ചും നാട്ടുകാരുടെ നിലയിലുള്ള സ്നേഹം കൂടുതലും ഉണ്ടാകും. പക്ഷേ തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ പരിഗണനകളൊക്കെയാണോ വോട്ടായിട്ട് മാറുക, അതല്ല കൃത്യമായ രാഷ്ട്രീയമായിരിക്കുമോ ഇവിടെ നിർണ്ണയിക്കപ്പെടുക? മണ്ഡലത്തെ താങ്കൾ എങ്ങനെ മനസ്സിലാക്കി? കൊല്ലം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വളരെ പ്രബുദ്ധരായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ജനങ്ങൾ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ ഒരു സാധാരണ കലാകാരൻ, കലയിൽ മാത്രം ശ്രദ്ധിക്കുന്ന അങ്ങനെയുള്ള ഒരു ആളായിട്ട് കൊല്ലത്തുകാരെന്നെ കണക്കാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ അച്ഛനെ പറ്റിയും അമ്മയെപ്പറ്റിയും ഒക്കെ വരെ ആൾക്കാർക്ക് അറിയാമായിരുന്നു. എല്ലാ ഇടതുപക്ഷത്തിൻ്റെ പ്രോഗ്രാമുകളിലും സജീവമായി, ഇനി തിരഞ്ഞെടുപ്പാണെങ്കിലും അതല്ല മറ്റ് ഏതെങ്കിലും പരിപാടികളൊക്കെ ആണെങ്കിലും സജീവമായി പങ്കെടുക്കുന്ന ഒരു സിനിമാ നടനായിരുന്നു ഞാൻ. എന്ന് മാത്രമല്ല, ഞാൻ CPM-ൻ്റെ നോമിനിയായിട്ട് കേരള സംഗീത അക്കാദമി ചെയർമാനായിട്ട് 1.5 കൊല്ലം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ തന്നെ ഇതിൻ്റെ ഒരു സഹയാത്രികൻ എന്നുള്ള ഒരു നിലയിൽ കൂടെ തന്നെ ഉണ്ട്. വളരെ യാദൃച്ഛികമായിട്ടാണ് സ്ഥാനാർത്ഥി ആകാനുള്ള ഒരു അവസരം വന്നത്. അത് കൊല്ലമായതുകൊണ്ടാണ് ഞാൻ സ്വീകരിച്ചതെന്ന് എനിക്കിപ്പോൾ വ്യക്തമായി പറയാം. മറ്റൊരു സ്ഥലത്താണെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലാതിരുന്നത് കൊണ്ട് ഞാൻ അത് സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ അത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് എന്നിലൂടെ എന്തെങ്കിലും ഒരു പ്രയത്നം, എന്തെങ്കിലും ഒരു രീതിയിൽ കൊല്ലത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷേ ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ചിട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കേട്ടിരുന്നു. അതായത് PK ഗുരുദാസിൻ്റെ സിറ്റിംഗ് സീറ്റാണിത്. ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിട്ടുള്ള ലിസ്റ്റിലോ പിന്നെ പുതുക്കി നൽകിയ ലിസ്റ്റിലോ മുകേഷിൻ്റെ പേരുണ്ടായിരുന്നില്ല. പിന്നീട് പിണറായി വിജയൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം മുകേഷിൻ്റെ പേര് ഇവിടെ അവതരിപ്പിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് കേട്ടിട്ടുള്ള ഒരു കാര്യം. RSPയിലെ NK പ്രേമചന്ദ്രൻ പറഞ്ഞു ഇത് ഒരു പേയ്മെൻറ്റ് സീറ്റാണെന്ന്. സഖാവ് കൊടിയേരി ബാലകൃഷ്ണനാണ് മുകേഷിന് കൊല്ലത്തിങ്ങനെ നമ്മളങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ താല്പര്യമുണ്ടോ? അപ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞിരുന്നു. ഈ വഴക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. കാര്യം ഞാൻ ടോട്ടലായിട്ട് കേരളത്തിൻ്റെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ സ്ഥാനാർത്ഥി അല്ലായിരുന്നെങ്കിലും കേരളത്തിൽ ഉടനീളം ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പിന്നെ തീരുമാനിച്ചിരുന്ന ഒരാളാണ്. പിന്നെ പേയ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് ഒരു പ്രമുഖനായ ഒരു വക്കീൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വളരെ സജീവമായിട്ട് സിനിമയിൽ നിൽക്കുന്ന ആളാണ്, TV യിൽ നിൽക്കുന്ന ആളാണ്, TV യിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതെല്ലാം വിട്ടിട്ട് നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ വന്ന് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നഷ്ടമായിരിക്കും ഉണ്ടാവുന്നത്? അപ്പോൾ എങ്ങനെയാണ് പേയ്മെൻറ്റ്? അപ്പോൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മെച്ചം വരുമെന്ന് പറഞ്ഞിട്ട് കാശിറക്കി സീറ്റ് മേടിക്കുന്നതാണല്ലോ. എനിക്ക് എന്താണ് അതിനകത്തുള്ളൊരു മെച്ചം? എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തിൻ്റെ പ്രതിനിധിയാവുക, കൊല്ലത്തിന് വേണ്ടി. അതിനകത്ത് പേയ്മെൻറ്റ് വരുന്ന പ്രശ്നമേ ഇല്ല, എനിക്ക് നഷ്ടമില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ. ശരി, മുകേഷിന് എന്താണ് മെച്ചം എന്നുള്ളതാ? അല്ല, മുകേഷ് MLA ആയി കഴിഞ്ഞാൽ കൊല്ലത്തിന് എന്താണ് മെച്ചം? എൻ്റെ ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇഞ്ചും കൊല്ലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനൊക്കുമോ, എൻ്റെ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനൊക്കുമോ അത് ചെയ്യണമെന്നുള്ളൊരു തീരുമാനം എടുത്തതിന് ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആദ്യം മുകേഷിന്റെ പേര് നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞല്ലോ. ഇതേ കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് KPC ലളിതയും മത്സര രംഗത്ത് വേണമെന്ന് പറയുകയും അവരോട് ഫോണിൽ ബന്ധപ്പെട്ട് താല്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ മുകേഷിന്റെ പേര് പറയുന്നു എന്ന് പറയുമ്പോൾ മുകേഷ് സർവ്വതാ സന്നദ്ധനായിരുന്നു സ്ഥാനാർത്ഥിയായി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വരാൻ. അവിടെ ഒരു 2ാം വട്ടം ഒരു ആലോചനയ്ക്ക് ഉള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. കൊല്ലമായതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. ലളിത ചേച്ചി അങ്ങനെ ലളിത ചേച്ചിയുടെ ചോദിച്ചിട്ട് ലളിത ചേച്ചി വ്യക്തമായിട്ട് പറഞ്ഞു, ലളിത ചേച്ചിയുടെ ഒരു ആരോഗ്യസ്ഥിതി വെച്ചിട്ട് ഡോക്ടർമാർ പറഞ്ഞു നോ, ഈ കൊടും ചൂടത്ത് ഈ വേനലിൽ
അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഒരു ഇലക്ഷൻ പ്രചരണത്തിന് പോയേ പറ്റൂ, ജനങ്ങളെ കണ്ടേ പറ്റൂ. അങ്ങനെ ഒരെണ്ണം അഡ്വൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ലളിത ചേച്ചി മാറിയത്. സ്ഥാനാർത്ഥിയാകാൻ താങ്കൾ തീരുമാനിച്ചത് കൊല്ലം ഓഫർ ചെയ്തതുകൊണ്ട് മാത്രമാണ്. അതായത് കേരളത്തിൽ മറ്റ് 139 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ താങ്കളുടെ പേര് പറഞ്ഞിരുന്നുവെങ്കിൽ ഇടതുപക്ഷം പറഞ്ഞാൽ CPM പറഞ്ഞാൽ പോലും താങ്കൾ അതിന് സന്നദ്ധനാകുമായിരുന്നില്ല. കാരണം ഈ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ചോദിക്കത്തില്ലേ, എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, നിങ്ങളൊരു സജീവ രാഷ്ട്രീയക്കാരനല്ലല്ലോ, നിങ്ങളൊരു കലാകാരനല്ലേ. പക്ഷെ കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനേക്കാൾ വലിയൊരു കൊല്ലംകാരനാണ്. അപ്പോൾ അതിനകത്തൊരു വലിയ ന്യായമുണ്ട്. വളരെ യാദർച്ഛികമായിട്ട് എനിക്ക് കെട്ടിവെക്കാനുള്ള കാശ് തന്നത് കൊല്ലത്തുള്ള ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന കശുവണ്ടി തൊഴിലാളി അമ്മമാരും സഹോദരിമാരുമാണ്. അപ്പോൾ അവർ അത് സ്വീകരിക്കാൻ വേണ്ടി ഞാനൊരു കശുവണ്ടി ഫാക്ടറിയുടെ മുമ്പിൽ ചെന്നപ്പോൾ അവരെല്ലാവരും അപ്പോഴും ഒരു സിനിമ നടൻ എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷനാണ് അവരുടെ മുഖത്ത്. കൈ കാണിക്കുക, കൊച്ചുകുട്ടികൾ വന്ന് പിന്നെ ഷേക്ക് ഹാൻഡ് തരിക, അവരവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇതൊരു വലിയ ചരിത്ര നിയോഗമാണ്. കാരണം എത്രയോ കൊല്ലം എൻ്റെ അമ്മയുടെ അമ്മ സഖാവ് ഭാർഗവി കൊല്ലത്ത് ഒരു കശുവണ്ടി തൊഴിലാളിയായിരുന്നു. കയ്യിൽ കശുവണ്ടി കറയുള്ള എൻ്റെ അമ്മയെയും കുഞ്ഞമ്മയും പോറ്റിയിരുന്ന് വളർത്തിയിരുന്ന് പഠിപ്പിച്ചത് എല്ലാം കശുവണ്ടി തൊഴിലാളിയായ അവിടുന്ന് കിട്ടിയ പൈസയാണ്. ഇങ്ങനെ കെട്ടി ഇറക്കിയതല്ല, സിനിമ താരത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ല. ഇയാൾ ഇവിടെ തന്നെ ഉള്ള ആളായിരുന്നു. ഇവിടെ ജനിച്ച് വളർന്ന് പഠിച്ച് ജീവിക്കുന്ന ഒരു കശുവണ്ടി തൊഴിലാളിയുടെ കൊച്ചുമകൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ബാരിയർ അങ്ങ് തീർന്നു. കൊല്ലമല്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾ ചോദിക്കുമായിരുന്നു സിനിമാ നടനായ മുകേഷിന് ഇവിടെ എന്താണ് കാര്യമെന്ന്. ഈ ചോദ്യം ജഗദീഷിന്റെ കാര്യത്തിൽ പത്തനാപുരത്തെ ജനം ചോദിക്കുന്നുണ്ടോ? അല്ല, ജഗദീഷിന് രാഷ്ട്രീയമുള്ള ഒരാളായിരുന്നു. എപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല ചർച്ച ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഒരു താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിനകത്തൊന്നും തെറ്റു പറയാൻ പറ്റില്ല. കുടുംബത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. O. മാധവൻ വളരെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയാണ്. താങ്കളുടെ അമ്മ വിജയകുമാരി ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അവരുടെ എല്ലാം ഒരു ബാക്ക്ഗ്രൗണ്ട് CPI രാഷ്ട്രീയമാണ്. കഴിഞ്ഞ തവണ താങ്കൾ പറഞ്ഞതുപോലെ സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത് വരെ ശ്രീ മുകേഷിനെയും കേരളത്തിലെ ജനം മനസ്സിലാക്കിയത് ഒരു CPI അനുഭാവിയായിട്ടായിരുന്നു. എന്ന് മുതലാണ് താങ്കൾ CPMകാരനായത്? അല്ല, അങ്ങനെ ഒരു ഞാൻ CPIയുടെ മെമ്പറല്ല. എൻ്റെ വീട്ടിലെല്ലാവരും CPIക്കാരാണെങ്കിൽ എൻ്റെ അച്ഛൻ ഉൾപ്പെടെ ഞാൻ അങ്ങനെ ഒരു CPI ഏതെങ്കിലും ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നിട്ടില്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പം ഇടതുപക്ഷത്തിൻ്റെ ഇപ്പം CPI ഇവിടെ CPIയും CPM ഒക്കെ ഞാൻ വേർതിരിച്ച് കാണുന്നില്ല. CPIക്കാർ വളരെ ആവേശത്തോടു കൂടിയാണ്. പക്ഷേ അത് അച്ഛൻ CPIക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ മകനായതുകൊണ്ടായിരിക്കാം. എനിക്ക് ഒരിക്കൽ പോലും എവിടെയെങ്കിലും, അതാണ് ഞാൻ ഈ ഭയങ്കരമായ രാഷ്ട്രീയത്തിലേക്ക് ചെല്ലാത്തത് കൊണ്ടുള്ള ഒരു പ്ലസ് പോയിൻ്റാണ്. ഇടതുപക്ഷത്തിൻ്റെ ചെറിയ ഒരു ഘടകകക്ഷി, ഏത് ഘടകകക്ഷിയാണെങ്കിലും എല്ലാം നമ്മുടെ ആൾ, നമ്മുടെ കലാകാരൻ എന്നുള്ള ഒരു പരിഗണന ഈ അന്നും ഇന്നും എപ്പോഴും നൽകിയിട്ടുണ്ട്. 2006 മുതലാണ് CPMന്റെ സ്ഥാനാർത്ഥി കൊല്ലത്ത് ജയിച്ചു തുടങ്ങിയത്. 2006 PK ഗുരുദാസൻ, 2011 PK ഗുരുദാസൻ. 2011 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 8540 വോട്ടായിരുന്നു. ഇത്തവണയും ഗുരുദാസൻ തന്നെ നിൽക്കണം എന്ന ഒരു ആഗ്രഹം ജില്ലാ നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. പെട്ടെന്ന് മുകേഷ് വരുന്നു. അപ്പോൾ ഒരു ചെറിയ ഫ്രിക്ഷൻ, അതായത് ജില്ലാ നേതൃത്വത്തിന് പൂർണ്ണമായിട്ട് മുകേഷിനെ അംഗീകരിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു. ആ മടി ഇപ്പോൾ പൂർണ്ണമായി മാറിയോ? PK ഗുരുദാസൻ താങ്കളുടെ കൈ പിടിച്ച് ഓഫീസിലേക്ക് കയറിയതോടുകൂടി പാർട്ടി സംവിധാനം ഒന്നാകെ താങ്കളുടെ പിന്നിലെത്തിയോ? അല്ല, എനിക്ക് തോന്നുന്നു അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മറ്റുള്ള പാർട്ടികളുമായിട്ടുള്ള ഒരു വ്യത്യാസം. കാര്യം ഇനി എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇപ്പം ഞാനൊക്കെ അഭിപ്രായ വ്യത്യാസം ഈ ലോകപരിചയം വെച്ചിട്ട് ഇങ്ങനെ ഒരാളുടെ ഷേക്ക് ഹാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അയാൾ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവും. എന്ത് ജോലിയാണ് ചെയ്യുന്നത് വരെ എനിക്ക് മനസ്സിലാവും. പക്ഷേ അതെന്താ മാന്ത്രികത? അത് എങ്ങനെയാണ്? അത് നമ്മുടെ ആൾക്കാരുമായിട്ട് ഇടപഴകുകയും അവരുടെ ഒബ്സർവ് ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമായിരുന്നത്. ഗുരുദാസന്റെ കൈ പിടിച്ചു കുലുക്കിയപ്പോൾ എന്ത് മനസ്സിലാക്കി? PK ഗുരുദാസന്റെ കൈ എന്നല്ല, ഇവിടെ ആരുടെ കൈ, എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ, സംസാരിക്കുന്നവരുടെ എല്ലാവരുടെയും സഖാക്കളുടെ മനസ്സൊന്നാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പുറം ഉണ്ടെങ്കിൽ നമുക്ക് 16-ാം തീയതിക്ക് ശേഷം അറിയാം. അല്ല, അങ്ങനെ ഒരു സംശയം മുകേഷിന്റെ ഉള്ളിലുണ്ടോ? ഒരിക്കലുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ, ഈ ഇടതുപക്ഷത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംശയം
വന്ന ചരിത്രമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കാര്യത്തിൽ ഒട്ടും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം, കലാകാരൻ എന്താ രാഷ്ട്രീയത്തിൽ കാര്യം എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി താങ്കൾക്ക് നിരത്താനുണ്ട്. പക്ഷേ ഇതേ പാരമ്പര്യം അവകാശപ്പെടാവുന്നയാളാണ് താങ്കളുടെ എതിർ സ്ഥാനാർത്ഥി സൂരജ് രവിയും. അദ്ദേഹത്തിന്റെ അച്ഛൻ തോപ്പിൽ രവി ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു. വളരെ സജീവമായി രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന ആളാണ്. കുണ്ടറയെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. സൂരജ് രവിയെ താങ്കൾ എങ്ങനെ നേരിടണം? ഞാൻ പറയുന്നു, കൊല്ലത്ത് ഇപ്പോൾ നടക്കുന്നത് ശരിക്കും ഒരു സ്ഥാനാർത്ഥി സൗഹൃദ നിയോജക മണ്ഡലമാണ്. അങ്ങനെ ഒരു വ്യക്തിഹത്യ, ചിലപ്പോൾ സ്ഥാനാർത്ഥി ഇരിക്കുമ്പം വേറെ ആരെങ്കിലും ചിലപ്പം വ്യക്തിഹത്യ നടത്തുന്നുണ്ടോ, ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അതല്ലാതെ സ്ഥാനാർത്ഥികളൊക്കെ വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോൾ സൂരജ് രവി ആ തരത്തിൽ അയാൾ സ്ഥാനാർത്ഥി എന്ന സ്ഥലത്തിൽ ഞാൻ ബഹുമാനിക്കുന്നു. അല്ല, വ്യക്തിപരമായ ആക്രമണം നടത്തിയാൽ കൂടുതൽ നഷ്ടം മുകേഷിനായിരിക്കുമെന്ന് ഭയം കൊണ്ടാണോ ഈ ഒരു കോംപ്രമൈസ്? അല്ല, എനിക്കൊരിക്കലും നഷ്ടം വരേണ്ട ആവശ്യമില്ല. എന്നെ എന്ത് വ്യക്തി, എനിക്ക് നമ്മളൊക്കെ തുറന്ന പുസ്തകമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് എൻ്റെ സ്വഭാവം, ഈ എല്ലാ കാര്യങ്ങളും ഞാൻ വന്ന് നിൽക്കുന്നു. എൻ്റെ ഒരു ചെവി കണ്ട ആളുകൾ പറയും അത് മുകേഷാണെന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു സംസാരം, ഒരു മുക്കൽ, ഒരു മൂളൽ, അത്രമാത്രം ജനങ്ങൾക്ക് എന്നെ പറ്റി അറിയാം. എന്തെങ്കിലും മൂടി വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭയങ്കരമായ പിന്നെ ഈ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത ഒരാളാണെങ്കിൽ അതൊക്കെ ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാർ വിളിച്ച് പറയേണ്ട സമയം കഴിഞ്ഞു. ഇതിനായിട്ടും പറഞ്ഞില്ല. ഈ കേരളത്തിലെ ജനതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ സിനിമയിലൂടെ കാണുന്ന ആ കഥാപാത്രങ്ങളെ പരിപൂർണമായി ഉൾക്കൊള്ളുകയും ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവമാണ് നടനുള്ളത് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യാറുണ്ട്. മുകേഷിനെ സംബന്ധിച്ച് താങ്കൾ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം വളരെ ലൈറ്റ് ഹാർട്ടഡും ഇടയ്ക്ക് ചമ്മുക, സന്തോഷം വരിക, അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന ഒരാളാണ് മുകേഷ് എന്ന് ഒരുപക്ഷെ സിനിമയിലൂടെ താങ്കളെ മനസ്സിലാക്കിയ ജനം വിചാരിച്ചിട്ടുണ്ടാകും. എത്ര ഗൗരവത്തോടെയാണ് ഈ രാഷ്ട്രീയത്തെ താങ്കൾ കാണുന്നത്? അല്ല, അത് ഞാൻ എൻ്റെ ഡയറക്ടർമാരുടെ തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ക്രൂരനായിട്ടുള്ള ഒരാളുടെ റോള് തരുന്നില്ല? ഞാനൊരു നടനാണ്, എനിക്ക് എല്ലാ തരത്തിലുള്ള റോളുകളും അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഒരു നല്ലവനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അവർ പലരും എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് ക്രൂരനായിട്ടുള്ളത് ചേരുന്നില്ല, നിങ്ങളുടെ അല്ലെങ്കിൽ മനസ്സിൽ കുറച്ചൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വേണം. വേറൊരു കാര്യം പറയാം. ഒരു യാത്രക്കിടയിൽ ഒരു എയർപോർട്ടിൽ വെച്ചൊരു സ്ത്രീയും ഞാനിവിടെ സംസാരിക്കുക, ഒരു മുതിർന്ന സ്ത്രീയാണ്. അപ്പോൾ അവരെന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ മകള് ഇതറിയുമ്പോൾ ഭയങ്കര ദുഃഖം വരും, അവളിന്ന് എൻ്റെ കൂടെ വരാനിരുന്നാണ്. പക്ഷേ സമയമായപ്പോഴത്തേക്ക് അവൾക്ക് വരാൻ പറ്റില്ല. മുകേഷിനെ കണ്ടു, ഇത്രയും നേരം സംസാരിച്ചു, അപ്പോൾ ഫ്ലൈറ്റ് ലേറ്റായി. ഇത്രയും നേരം സംസാരിച്ചെന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര ദുഃഖിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് മുകേഷിനെ എൻ്റെ മകൾക്ക്, ഒരമ്മ പറയുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറേ സമയം എടുക്കും ഫ്ലൈറ്റ് പൊങ്ങാൻ, എന്നാൽ കുറച്ച് തമാശ ആവട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ എങ്ങനെ അറിയാം, ഞാൻ നല്ലവനാണോ മോശമാണോ, നിങ്ങളുടെ മകൾ എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞു, ഞാനൊരു വൃത്തികെട്ട ഭയങ്കരനാണ് അല്ലയോ എന്നുള്ളത് നിങ്ങളെങ്ങനെ? അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞാണ്, എനിക്ക് രണ്ട് മുഖമുണ്ട്, ഞാനിതൊരു മുഖം മൂടിയാണ്, ഞാൻ വലിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ വളരെ മോശപ്പെട്ട ഒരാളാണ് എന്ന് വളരെ സീരിയസ് ആയിട്ട് അഭിനയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ എന്നെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, വന്നാലും പോയാലും മുകേഷ് എത്ര വരുമെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഇച്ചിരി ക്രൂരനാണെങ്കിലും ഞങ്ങൾ ഓക്കെ ആണെന്നോ. കാര്യം അത്ര പോലെ ആളുകൾ വിശ്വസിക്കുന്നില്ല. അത് റോളുകളിൽ നിന്ന് വന്നതല്ല, ഞാൻ റോളുകൾ മാത്രമല്ലല്ലോ ചെയ്യുന്നത്. ഈ വിമാനത്താവളത്തിൽ വെച്ച് ആ മുതിർന്ന സ്ത്രീ നൽകിയ ഗുഡ് സർട്ടിഫിക്കറ്റ് ഇത്തവണ സ്ത്രീകളുടെ വോട്ടായിട്ട് കൊല്ലത്ത് മുകേഷ് എന്ന വ്യക്തിക്ക് കിട്ടുമോ? കിട്ടണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. ഈ രണ്ട് മുഖമില്ല, ഒരൊറ്റ മുഖമേ ഉള്ളൂ. അതുകൊണ്ട് മുഖംമൂടി വലിച്ചു ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മുകേഷിന്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ താങ്കൾ ആ തരത്തിൽ സംശയത്തിൻ്റെ നിഴലിലായിരുന്നു. ഒന്ന്, ലോട്ടറിയുമായി ബന്ധപ്പെട്ടൊരു വിവാദത്തിൽ താങ്കൾ ഉൾപ്പെടുകയുണ്ടായി. കാരുണ്യ ലോട്ടറിയിൽ പ്രതിഫലമായി 6 ലക്ഷം രൂപ വാങ്ങിയ ഒരേ ഒരു നടൻ അതിൽ അഭിനയിച്ചതിൽ താങ്കളാണെന്ന് പറഞ്ഞു. കാരുണ്യ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഞാനാണ് ആദ്യം കാരുണ്യ ലോട്ടറിക്ക് വേണ്ടി അഭിനയിക്കുന്നത്. 3 ദിവസം എൻ്റെ ഷൂട്ടിംഗ് മാറ്റി വെച്ചിട്ട് എന്നെ ബുക്ക് ചെയ്ത എൻ്റെ സഹോദരിയുടെ കമ്പനി തന്നെയാണ് എന്നെ ബുക്ക് ചെയ്ത അവരെടുത്ത് ഈ ബിവറേജസ് കോർപ്പറേഷൻ്റെ ക്യൂവിൽ ഞാൻ പോകണം. ഒറിജിനൽ ക്യൂവിൽ, ഒറിജിനൽ കടയിൽ, ഒറിജിനൽ 3 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ 3 ദിവസം ഷൂട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഷൂട്ടിങ്ങിന് വേണ്ടി ഉള്ള ചെലവാണ് ഈ 6 പരസ്യ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി 4 പരസ്യ ചിത്രങ്ങൾ വേണ്ടി 6 ലക്ഷം രൂപ, എന്താണ്ട് ഒരു കണക്ക് എനിക്ക് അറിഞ്ഞൂടാ. അത് നിയമവശാൽ ഈ നായകൻ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആളുടെ പേരിൽ രജിസ്റ്റർ ചെയ്താലേ ഗവൺമെൻറ്റിന് പൈസ കൊടുക്കാൻ പറ്റൂ.
ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരിൽ കൊടുക്കത്തില്ല, ഇവർ തിരിച്ചെടുത്ത് കൊടുത്തില്ലെങ്കിലും ഇത് ഉത്തരവാദിത്തപ്പെട്ട എൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേര് റിലീസ് ചെയ്യുക. ഇതൊക്കെ ബിജു പ്രഭാകർ ലോകായുക്തയിൽ അറിയിപ്പിച്ച് അതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ, ആ പോസ്റ്റൊന്നും ആരും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെലവിന് മാത്രം നമ്മൾ ഒരു പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഒരു 6 പരസ്യ ചിത്രങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം, ഇവിടെ കോടിയാണ് ഒരു പരസ്യ ചിത്രത്തിന്, സിനിമ എടുക്കണമെന്നൊക്കെയല്ല. അപ്പം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇപ്പം കാരുണ്യ ലോട്ടറി എന്ന് പറഞ്ഞ് ക്യാമറാമാന് പൈസ കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ല, യൂണിറ്റിന് പൈസ കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെ എടുത്ത് അതിന് ശേഷം ഇവരൊക്കെ പൈസ മേടിക്കാതെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നും വരത്തില്ല. നമ്മുടെ ലൊക്കേഷനിൽ വന്ന് ഞങ്ങൾ വേറെ അഭിനയിച്ചുകൊണ്ടിരിക്കും, തിരിഞ്ഞ് നിന്നിട്ട് കാരുണ്യ ലോട്ടറി എടുക്കുക, അത്ര മാത്രമേ വരും. അവരെങ്ങും ലൊക്കേഷനിൽ പോയി അഭിനയിച്ചിട്ടില്ല. ഞാൻ 3 ദിവസം ലൊക്കേഷനിൽ പോയി അഭിനയിച്ചാണ്. കാരുണ്യ ലോട്ടറി ആ പരസ്യങ്ങൾ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത്. ബാക്കിയെല്ലാം ഇരുന്നിട്ട് ഒറ്റ ഇതിലാണ്, അവർക്കത് പൈസ കൊടുക്കണ്ട. ഞാൻ അഭിനയിച്ചിട്ട് പോലും പൈസ മേടിച്ചില്ല. ഇതൊന്നും ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറഞ്ഞ് ഇങ്ങനെ ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇവിടെ നടന്നിട്ട് ഇപ്പോൾ മൂക്ക് പൊത്തിക്കൊണ്ട് നടക്കുമ്പോഴാണ് കാരുണ്യ ലോട്ടറിയുടെ ഒരു പൈസയും മേടിക്കാതെ ഞാൻ ഇങ്ങനെ വന്ന് ടി വിയുടെ മുമ്പിലിരുന്ന് വലിയ ഗതികേടാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ. ശ്രീ മുകേഷ്, ആര് പറഞ്ഞു എന്ന് താങ്കൾ എന്നോട് ചോദിക്കരുത്. ഞാനൊരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ട്, മുകേഷ് വളരെ പിശുക്കനും ആരെയും സഹായിക്കാത്ത ആളുമാണ് എന്ന് ഒരു വർത്തമാനമുണ്ടല്ലോ, ശരിയാണോ അത്? അത് ഒരു പക്ഷേ അതിനകത്ത് ശരി വരാൻ സാധ്യതയുണ്ട്. കാര്യം ഞാൻ പൈസയുടെ വില അറിയുന്ന ഒരച്ഛൻ്റെ മകനാണ്. എൻ്റെ അച്ഛൻ ഒരുപാട് പേരെ സഹായിക്കുമായിരുന്നു, അനാവശ്യമായിട്ട് ഒരു പൈസ ചിലവാക്കത്തില്ല. ഞാൻ മുകേഷ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ക്യാൻസർ പേഷ്യൻസിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഒരു ഫൗണ്ടേഷൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരുപാട് പേര് സഹായിച്ചു. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതൊന്നും തരത്തിൽ വെളിയിൽ വരരുത്. രാത്രി 11 മണിക്ക് ശേഷം മുകേഷിനെ ഇപ്പോൾ ഫോണിൽ വിളിക്കാമോ? പ്രത്യേകിച്ച് താങ്കൾ തളർന്നു കിടന്ന്, ഷൂട്ടൊക്കെ കഴിഞ്ഞ് തളർന്നു കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അങ്ങനെ വിളിക്കാൻ പറ്റില്ല എന്നൊരു സംസാരം ഉണ്ടല്ലോ കേരളത്തിൽ. അത് ശരിക്കും പറയുന്ന ഒരു 3.5 കൊല്ലം കഴിഞ്ഞു. അതിനകത്ത് ഇനി ഒന്നും എടുക്കാനില്ല. എല്ലാ അസ്ഥികൂടവും എടുത്ത് മാറ്റി സിനിമയിൽ ഞാൻ തന്നെ അഭിനയിച്ചു. പ്രോഗ്രാമിൽ ഞാൻ തന്നെ അഭിനയിച്ചു. ഇന്നസെൻ്റ് ഏട്ടൻ എനിക്ക് വലിയൊരു അവാർഡ് തരാൻ പോയി. കാര്യം വർഷങ്ങളായിട്ട് കലാകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും അനുഭവിക്കുന്ന ആ ഒരു ദുഃഖം നീ അത് പറഞ്ഞ് ഇത്രയെങ്കിലും എത്തിച്ചല്ലോ, അതൊരു സന്ദേശമായിട്ടൊരു വലിയ അവാർഡ് കൊടുക്കാം. ഒരുപാട് കവികൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ എഴുതിയ കവിതയെക്കാട്ടി മനോഹരമായ ഹൃദയത്തിൻ്റെ കവിതയാണെന്ന്. അതെല്ലാം കഴിഞ്ഞു. എനിക്ക് വേണമെങ്കിൽ ഇത് എൻ്റെ സൗണ്ടല്ല എന്ന് പറയും. ഒരു പ്രാവശ്യം പോലും മുകേഷ് എന്ന് പറയുന്നില്ല. എൻ്റെ സൗണ്ടല്ല, കോട്ടയം നസീറിൻ്റെ എന്ന് പറഞ്ഞാൽ അവൻ പറയും ഞാനൊരു തമാശയ്ക്ക് ഇറക്കിയാന്ന് പറയും. പക്ഷേ ആ സത്യസന്ധത ഇപ്പം നമ്മൾ എത്രയോ പേര് കാണുന്നു. ഞാനല്ല, അത് എഡിറ്റ് ചെയ്തതാണ്, ഡൽഹിയിലേക്ക് വിട്ടിരിക്കുകയാണ്, അത് എൻ്റെ സൗണ്ടല്ല, ഞാൻ മറ്റേ പെൺകുട്ടിയായിട്ട് സംസാരിച്ചിട്ടില്ല, എന്തെല്ലാം കാണുന്നു. ഞാൻ പറയുന്നില്ല അന്ന് മുതൽ എൻ്റെ സൗണ്ടാണെന്ന്. അത്രയെങ്കിലും സത്യസന്ധത ഞാൻ കാണിക്കുമ്പം ഇവർ പിന്നെ അതിനകത്തിട്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. അല്ല, വീണ്ടും അതിനകത്ത് ഒന്നുമില്ല. ഈ അഭിനയം രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യുമോ? അത് രണ്ടാണ്. അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന് ഇപ്പം നല്ല അറിയാം നമ്മൾ അഭിനയിക്കുന്നതാണോ സത്യസന്ധമാണോ എന്ന് ജനത്തിന് നല്ലപോലെ അറിയാം. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് പല ആൾക്കാരും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഞാൻ ചെയ്യത്തില്ല, അത് കുറച്ചും കൂടെ ഇമോഷണലായി വോട്ട് ചോദിക്കും. ഞാൻ പറഞ്ഞു വോട്ട് ചോദിക്കുന്നു എന്നുള്ളതല്ലാതെ പിന്നീട് എന്നെപ്പോലെ ഒരാളങ്ങനെ അഭിനയിക്കാൻ പാടില്ല. എനിക്കത് വലിയ പ്രയാസമാണ്. നമ്മളുടെ കറക്റ്റ് എക്സ്പ്രഷൻ മാത്രമേ ജീവിതത്തിൽ വരുത്തുള്ളൂ. ശരി, മുകേഷിനെ പോലെ ഇത്രയും കാലം സിനിമയിൽ നിന്ന ഒരാൾക്ക് സ്വാഭാവികമായി എപ്പോഴും അസിസ്റ്റൻസ് കൂടെ ഉണ്ടാകും. താങ്കളുടെ സൗകര്യങ്ങൾ പരിഗണിക്കുന്നതിനും താങ്കൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തരുന്നതിനും ഒക്കെ എപ്പോഴും ഒരു താര പരിവേഷം മുകേഷിന് എപ്പോഴും അതിൻ്റെ ഒരു ആനന്ദം ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു ജനപ്രതിനിധിയാകുമ്പോൾ അതൊന്നും ഉണ്ടാകില്ല. താങ്കൾക്ക് ജനങ്ങളുടെ സാധാരണ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരും. അവരെപ്പോൾ വിളിച്ചാലും അവരുടെ ഫോൺ അറ്റൻഡ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. ഇങ്ങനെയെല്ലാം ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് ഒരു അല്പം അസുഖകരമായ കുറേ അനുഭവങ്ങളായിരിക്കും രാഷ്ട്രീയം തരാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സിനിമാ നടനാണെങ്കിൽ എനിക്കൊരു മാനേജറില്ല. എൻ്റെ കൂടെയൊക്കെ വളരെ വളരെ അപൂർവമായിട്ട് ആരെങ്കിലും ഒരു ഹെൽപ്പറൊക്കെ സിനിമയിൽ ചിലപ്പം ഷൂട്ടിംഗ് സ്ഥലത്ത് ചിലപ്പം ടച്ചപ്പോ മുഖം അങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ മുടി ഇങ്ങനെ ഇരിക്കുന്നു, അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാനൊരു
ഒരു രണ്ടുപേരെങ്കിലും കൊണ്ടുപോയ ചരിത്രമില്ല. ഞാൻ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ വരുമ്പോഴത്തേക്കും എന്നാൽ കഴിയുന്നത് ഞാൻ ഭയങ്കരമായ ഇനി 24 മണിക്കൂറും ഇത് അങ്ങനെയൊന്നുമല്ല. ഒരു മനുഷ്യനാൽ എന്നാൽ കഴിയുന്ന എൻ്റെ ഒരു ഇതിനകത്തുള്ള ഒരു പാഷനും ഒരു ഇഷ്ടമൊക്കെ വെച്ചിട്ട് എന്നാൽ കഴിയുന്ന തരത്തിൽ വളരെ സജീവമായിട്ട് അതിനുവേണ്ടി സമയം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമാക്കാർക്ക് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു നല്ല കാലമാണെന്ന് തോന്നുന്നു. കാരണം സുരേഷ് ഗോപി ഇപ്പോൾ MP ആയി, KB ഗണേഷ് കുമാർ അദ്ദേഹം MLA ആയി, പത്തനാപുരത്ത് നിന്ന് അദ്ദേഹം മന്ത്രിയായി. മുകേഷ് ഈ രാഷ്ട്രീയത്തിൽ സ്വപ്നം കാണുന്ന ഒരു പദവി എന്താണ്? ഒരു പദവി സ്വപ്നം കാണുന്നില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് വെറുതെ പറയുന്നതല്ലേ? ഇല്ല, എനിക്കങ്ങനെ ഇപ്പം മോഹൻലാൽ എന്നോട് ഇത് സ്ഥാനാർത്ഥിത്വം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ് നീ വിചാരിക്കുന്നതൊക്കെയല്ല നല്ല കട്ടിയുള്ള കാര്യമാണ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രണ്ടും കൽപ്പിച്ച് അങ്ങനെയൊന്നുമല്ല, വരുന്നിടത്ത് വെച്ച് കാണാം. ഇത് പ്രയാസമുള്ള കാര്യമാണ്, വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല ഇതിലൂടെ ഞാൻ ഇനി ഇത് അങ്ങനെയൊന്നുമുള്ളൊരു ചിന്തയേ ഇല്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ സൂപ്പർ സ്റ്റാർ ആയത്. ഈ മാധ്യമരംഗത്ത് നിന്ന് MP നിതീഷ് കുമാർ CPMന്റെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ മാധ്യമ പ്രവർത്തനത്തിലേക്കില്ല, മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങാൻ പോവുകയാണെന്ന്. അങ്ങനെ വല്ല തീരുമാനവും മുകേഷിനുണ്ടോ? അങ്ങനൊരു തീരുമാനം ഇപ്പോഴില്ല. കാര്യം ഞാൻ തൊഴിലാളിയാണ്, എൻ്റെ തൊഴിലാണ് അഭിനയം. അപ്പം അത് കാരണമാണ് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നതും ഞാൻ ചെല്ലുമ്പം എല്ലാവരും ആവേശത്തോടെ വരുന്നത് ഒരു നടനായതുകൊണ്ടാണ്, ഒരു കലാകാരനായതുകൊണ്ടാണ്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇനി കലാകാരനല്ല എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളും ഓരോരോ വീക്ഷണങ്ങളുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ തൊഴിലിനെ ആരാധിക്കുന്നു. അത് ബാക്കിയുള്ളവരും അതേപോലെ തന്നെയാണ് ആ തൊഴിലിനെ ഇഷ്ടപ്പെടുന്നത്. കൊല്ലം മണ്ഡലത്തിനൊരു ചരിത്രമുണ്ട്, താങ്കൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും. കൊല്ലത്ത് നിന്ന് ജയിച്ചവർക്കൊക്കെ മന്ത്രിയാകാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ TK ദിവാകരൻ, കടവൂർ ശിവദാസൻ, ബാബു ദിവാകരൻ, അങ്ങനെ PK ഗുരുദാസൻ, അങ്ങനെ ഒരു പട്ടിക തന്നെ നമുക്ക് എടുക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം താങ്കൾ കൊല്ലത്ത് നിന്ന് ജയിച്ചാൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹം ഉണ്ടാവുമായിരിക്കും, മനുഷ്യനല്ലേ, ആഗ്രഹമില്ല. ഞാൻ മന്ത്രിയാവില്ലേ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയൂ. പക്ഷേ അതിനു വേണ്ടിയുള്ള ഒരു ഭയങ്കരമായ എന്തെങ്കിലും പ്ലാനിങ്ങോ അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിലുള്ളൊരു നിരാശയോ കിട്ടിക്കഴിഞ്ഞാൽ അമിതാഹ്ലാദമോ ഒന്നുമില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് താങ്കൾക്ക് കിട്ടിയിട്ടില്ല? ഒരിക്കലില്ല. അങ്ങനൊരു ഉറപ്പ് പോയിട്ട് അങ്ങനൊരു സംസാരം പോലും വന്നിട്ടില്ല. ഈ SN കോളേജിൽ പഠിച്ച ഒരു കാലമുണ്ടല്ലോ, SN കോളേജിൽ തന്നെയാണ് താങ്കളുടെ എതിർ സ്ഥാനാർത്ഥി സൂരജ് രവിയും പഠിച്ചത്. ഇനി NDAയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് SN കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ ശശികുമാറാണ്. എങ്ങനെയാണ് ഇവരെ നേരിടുമ്പോൾ താങ്കളുടെ ഒരു മാനസികാവസ്ഥ? എനിക്ക് അതുകൊണ്ട് തന്നെ ആയിരിക്കും കുറെ കൂടെ ഞാൻ ഇതെല്ലാം SN കോളേജിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ ഒരു എന്താ കോളേജ് മാറ്ററാണ് ഇപ്പോഴത്തെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ. ഞങ്ങളുടെ SN കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഹൃദ മാറ്റർ, അത്രയേ ഉള്ളൂ. എത്ര ഭൂരിപക്ഷത്തിന്റെ വോട്ട് താങ്കൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു വിജയിക്കാൻ? വിജയിക്കും എന്ന് മാത്രമാണ് എൻ്റെ ആത്മവിശ്വാസം. വോട്ടിൻ്റെ കാര്യമൊക്കെ അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. ഇനി ഇപ്പോൾ ശ്രീ മുകേഷിനെ ടെലിവിഷനിൽ കാണുമ്പോഴും സിനിമയിൽ കാണുമ്പോഴൊക്കെ വളരെ ചെറുപ്പവും സുന്ദരനുമായിട്ടാണ് കാണുന്നത്. ഇപ്പോഴും സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല, പക്ഷേ മുടി നര കുറച്ച് കാണുന്നുണ്ട്. പ്രായം പറയാനുള്ള ധൈര്യമുണ്ടോ? പ്രായം ഇപ്പോൾ എല്ലാവർക്കും പേപ്പറിൽ അറിയാമല്ലോ. സ്ഥാനാർത്ഥിയാകുമ്പോഴത്തേക്കുള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന പ്രായവും ഒരു സിനിമ എന്നുള്ള രീതിയിൽ എന്താണ് നമ്മുടെ അസറ്റ് രണ്ടും എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇനി ഇങ്ങനെ വെർബലായിട്ട് പറയാൻ എന്തിന് ഞാൻ എടുത്ത് പറയുന്നത്, വെടിവെച്ചിട്ട് ടോന്നും കൂടെ ആക്കുന്നത്, അത് അത്രയെങ്കിലും ക്ഷമ കാണിക്കണം. ആൾക്കാർ ഇതൊക്കെ എടുത്ത് വായിക്കണം. എന്തായിരിക്കും കൊല്ലം ചർച്ച ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ? കൊല്ലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കൊല്ലം നിയോജക മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കശുവണ്ടി തൊഴിലാളികളുടെ തൊഴിലില്ലായ്മയാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദാരുണമായ. 15 മാസമായിട്ട് ജോലിയില്ല. പിന്നെ തൊഴിലുറപ്പ് പദ്ധതി, മത്സ്യബന്ധന പദ്ധതി, കുടിവെള്ളം എന്ന് പറഞ്ഞ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കുടിവെള്ളത്തിന് പോലും ഒരു സംവിധാനം ഇവിടെ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ദാരുണമായ ഒരവസ്ഥയാണ്. അപ്പോൾ അതിനൊക്കെ തന്നെ മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം വരികയാണെങ്കിൽ, ഞാൻ MLA ആവുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. താങ്കൾ ഇടതുപക്ഷ സഹയാത്രികനുമാണ്, ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുമാണ്. പത്തനാപുരത്ത് താങ്കളുടെ സഹപ്രവർത്തകരായ 3 പേർ 3 വ്യത്യസ്ത മുന്നണികൾക്ക് വേണ്ടി മത്സര രംഗത്തുണ്ട്. മനസ്സിൽ ആര് ജയിക്കണമെന്നാണ് മുകേഷ് ആഗ്രഹിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിന് പറ്റിയ സൗഹൃദമൊന്നുമില്ല. അതിനകത്ത് സൗഹൃദമൊന്നുമില്ല.
അതിനകത്ത് സൗഹൃദം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് രാഷ്ട്രീയമില്ലല്ലോ. ഗണേശൻ ജയിക്കണമെന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോൾ മുകേഷ്, എല്ലാവിധ വിജയാശംസകളും താങ്കൾ കൊല്ലത്ത് നിന്ന് ജയിച്ചു കയറട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.